ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിക്കിൾസ് എന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ആർട്ടിക്കിൾ എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾസ് ആർ വേർഡ്സ് യൂസ്ഡ് ടു മോഡിഫൈ ഓർ റെഫർ ടു നൗൺസ്. അതായത് ഒരു നൗണിനെ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ റെഫർ ചെയ്യാനോ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് എന്ത് പറയുന്നത്, ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ദർ ആർ 3 ആർട്ടിക്കിൾസ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ മെയിനായിട്ട് 3 ആർട്ടിക്കിളാണുള്ളത്. എ ആൻഡ് the. 3 articles a and the. A and an are called indefinite articles. എനെയും ആനെയും കൂടി നമ്മൾ വിളിക്കുന്നതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. the is called definite article. അപ്പോൾ മെയിനായിട്ട് ആർട്ടിക്കിൾസിനെ രണ്ടായിട്ട് തിരിക്കും, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും. അപ്പോൾ ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും 3 ആർട്ടിക്കിൾസാണുള്ളത്, എ ആൻഡ് ദ. അതിൽ എയും ആനും ഉൾപ്പെടുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിലും ദ ഡെഫിനിറ്റ് ആർട്ടിക്കിളുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ പറ്റിയാണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയിട്ടുള്ള എ ആൻഡ് ഇവ രണ്ടും നമ്മൾ എങ്ങനെയാണ് ഒരു നൗണിൻ്റെ ഫ്രണ്ടിൽ എ ആണോ ആൻ ആണോ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവണമെന്നാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ബിഫോർ എ വേർഡ് ബിഗിനിങ് വിത്ത് എ വവൽ സൗണ്ട് ആൻ ഈസ് യൂസ്ഡ്. ആൻ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? വവൽ സൗണ്ടിൽ തുടങ്ങുന്ന ഒരു വേർഡിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ആൻ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. an ass, an enemy, an ink pad, an orange, an hour, an honest man, an air. ഇതിൽ നമ്മൾ പറഞ്ഞു വവൽ സൗണ്ടിൽ തുടങ്ങുന്നതാണെന്ന്. പക്ഷേ ഇതിൽ നമ്മൾ ഹോണസ്റ്റ്, അവർ, ഹെയർ നമ്മൾ ഹോണസ്റ്റ് എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യാൻ നോക്കും. പക്ഷേ ഹോണസ്റ്റ് എന്നല്ല, ഓണസ്റ്റ് എന്നാണ് പ്രൊനൗൺസിയേഷൻ. അതുകൊണ്ട് തന്നെ എച്ച് അവിടെ സൈലൻ്റ് ആണ്. അവറിലും എയറിലെല്ലാം എച്ച് സൈലൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഫസ്റ്റ് വരുന്ന സൗണ്ട് എന്ന് പറയുന്നത് വവൽ സൗണ്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ആൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം, കാരണം അതെപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ്, എക്സാമിനെല്ലാം ചോദിക്കുന്നതാണ്. അപ്പോൾ എച്ച് വരുന്നതിൻ്റെ ചില വേർഡ്സ് ഉണ്ട്, അവർ, ഓണസ്റ്റ്, എയർ. ഇതിലെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ആൻ യൂസ് ചെയ്യണം. നെക്സ്റ്റ്, ബിഫോർ എ വേർഡ് ബിഗിനിങ് വിത്ത് എ കോൺസണൻറ്റ് സൗണ്ട് എ ഈസ് യൂസ്. നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല. കോൺസണൻറ്റ് സൗണ്ടിൽ തുടങ്ങുന്ന വേർഡിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? എ ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, എ ബോയ്, എ വുമൺ, എ യാർഡ്, എ ഹോഴ്സ്, എ യൂണിവേഴ്സിറ്റി, എ യൂണിയൻ, എ യൂറോപ്യൻ, എ യൂണിക്കോൺ, എ യൂസ്ഫുൾ. മനസ്സിലായില്ലേ? അപ്പോൾ കോൺസണൻറ്റ് സൗണ്ടിൽ തുടങ്ങുന്നതിന് ഫ്രണ്ടിൽ എ യൂസ് ചെയ്യും. ദ വേർഡ്സ് യൂണിവേഴ്സിറ്റി, യൂണിയൻ, ഇറ്റ്സെട്ര ബിഗിൻ വിത്ത് എ കോൺസണൻറ്റ് സൗണ്ട്. ഇവിടെ യു എന്നുള്ളത് എന്താണ്? വവൽ സ്പെല്ലിംഗ് ആണെങ്കിലും വവലാണെങ്കിലും നമ്മൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഊന്നല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്, യു സൗണ്ടാണ് അതിൽ വരുന്നത്. യൂണിയൻ, യൂണിവേഴ്സിറ്റിയിലൊക്കെ. അപ്പോൾ കോൺസണൻറ്റ് സൗണ്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? എ ആണ് യൂസ് ചെയ്യുന്നത്, ആൻ അല്ല. സിൻസ് എ ഓർ ആൻ മീൻസ് വൺ, ദേ കനോട്ട് ബി യൂസ്ഡ് ബിഫോർ പ്ലൂറൽ നൗൺസ് ഓർ ദോസ് നൗൺസ് വിച്ച് ആർ അൺകൗണ്ടബിൾ. എ എന്ന് പറഞ്ഞാലും ആൻ എന്ന് പറഞ്ഞാലും അർത്ഥം എന്താ? വൺ, അതായത് ഒരു, ഒന്ന്, അങ്ങനെയൊക്കെയാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്ലൂറൽ നൗൺസിൻ്റെ ഫ്രണ്ടിലോ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ ഫ്രണ്ടിലോ യൂസ് ചെയ്യരുത്. പ്ലൂറൽ നമുക്കറിയാലോ, ബഹുവചനം. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റാത്തത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഐ ഹേർഡ് എസ്. ഇതിൽ നമ്മൾ തെറ്റായിട്ടുള്ള സെൻറ്റൻസുകളാണ് കൊടുത്തേക്കുന്നത്. നോക്കാം. ഐ ഹേർഡ് എ സെൻസേഷണൽ ന്യൂസ് ദിസ് മോർണിംഗ്. ഐ ഹേർഡ് എ സെൻസേഷണൽ ന്യൂസ്. That is indeed a wonderful scenery. She gave me a very useful advice. All the nouns in italics in the above sentences are uncountable nouns. ഇതെല്ലാം എന്താണ്? ന്യൂസ്, സീനറി, അഡ്വൈസ്, ഇതെല്ലാം അൺകൗണ്ടബിൾ നൗൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഐ ഹേർഡ് എ, ഇൻഡീഡ് എ വണ്ടർഫുൾ, മീ എ വെരി യൂസ്ഫുൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തെറ്റാണ്, നമ്മൾ അങ്ങനെ യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അൺകൗണ്ടബിൾ ആയിട്ടുള്ള കുറച്ച് നൗൺസാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തെറ്റിക്കരുത്. ബ്രെഡ്, മ്യൂസിക്, എംപ്ലോയ്മെൻറ്റ്, സോപ്പ്, പ്രൊഫ്യൂഷൻ, ഫോളിയേജ്, പോയട്രി, ഇൻഫർമേഷൻ, ലഗേജ്, ഫേർണിച്ചർ. ഇതെല്ലാം എന്താണ്? അൺകൗണ്ടബിൾ നൗൺസാണ്. ഇതിന് ഫ്രണ്ടിൽ നമ്മൾ എയോ ആനോ യൂസ് ചെയ്യരുത്. The same word may be countable and uncountable, but that depends on the meaning. They may be countable with one meaning but uncountable with another. അതായത് ഒരു വേർഡ് തന്നെ കൗണ്ടബിൾ ആയിട്ടും അൺകൗണ്ടബിൾ ആയിട്ടും വരാം. അതായത് അതൊരു അർത്ഥത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുക. അതിൻ്റെ അർത്ഥം നോക്കിയിട്ട് വേണം നമ്മളപ്പോൾ അവിടെ ആർട്ടിക്കിൾ ചേർത്ത് കൊടുക്കാൻ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ വേർഡ് മോഷൻ. മോഷൻ എന്ന് പറഞ്ഞ വേർഡ് അതിന് 2 അർത്ഥമുണ്ട്.
ഒരർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ, ചലിക്കുക എന്നുള്ള അർത്ഥമാണ്. ഒരർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ, പ്രമേയം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ചലിക്കുക എന്നുള്ള അർത്ഥം വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല, ആർട്ടിക്കിളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, ആനൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അവിടെ ഇങ്ങനെ മോഷൻ്റെ കൂടെ നമ്മൾ ആണ്, അപ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എക്സാമ്പിൾ നോക്കാം, ദ ട്രെയിൻ ഈസ് ഇൻ മോഷൻ. ട്രെയിൻ ചലിക്കുന്നു. ഈസ് ഇൻ എ മോഷൻ നമ്മളവിടെ ഉപയോഗിക്കാൻ പാടില്ല, ഈസ് ഇൻ മോഷൻ മതി. കാരണം അത് ചലിക്കുക എന്നുള്ള അർത്ഥമാണ്. പക്ഷേ ഇത് ഒരു പ്രമേയം എന്നുള്ള അർത്ഥം വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യാം, അവിടെ മോഷൻ എന്ന് യൂസ് ചെയ്യാം. We can refer to separate parts of uncountable things by using particles like a piece of, two items of, a bit of, etc. അതായത് അൺകൗണ്ടബിൾ തിങ്സിന് നമുക്ക് ചില സമയത്ത് നമുക്ക് എന്താ പാർട്ടിക്കിൾസ് യൂസ് ചെയ്ത് എങ്ങനെയൊക്കെ പറയാൻ പറ്റും, എ പീസ് ഓഫ്, ടു ഐറ്റംസ് ഓഫ്, എ ബിറ്റ് ഓഫ് എന്നൊക്കെ പറയാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൻ്റെ ശരിയായിട്ടുള്ള രൂപമാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. നോക്കാം. ഐ ഹേർഡ് എ പീസ് ഓഫ് സെൻസേഷണൽ ന്യൂസ് ദിസ് മോർണിംഗ്. ഇവിടെ എ പീസ് ഓഫ് എന്ന് മതി. ന്യൂസ് എന്നുള്ളത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇവിടെ എന്താ യൂസ് ചെയ്തേക്കണത്, എ പീസ് ഓഫ്. ദാറ്റ് ഈസ് ഇൻഡീഡ് എ വണ്ടർഫുൾ ലാൻഡ്സ്കേപ്പ്. ഇവിടെ എ വണ്ടർഫുൾ എന്നാക്കി, ലാൻഡ്സ്കേപ്പ്, മറ്റേത് സീനറി ആയിരുന്നു, ഇവിടെ ലാൻഡ്സ്കേപ്പ് ആക്കിയിട്ട് ആക്കി. ഷി ഗീവ് മീ എ പീസ് ഓഫ് യൂസ്ഫുൾ അഡ്വൈസ്. അപ്പോൾ എ പീസ് ഓഫ് അഡ്വൈസ് എന്നുള്ളത് എന്താണ്, എ പീസ് ഓഫ് അഡ്വൈസ് എന്നുള്ളതാക്കിയത് എ പീസ് ഓഫ് യൂസ്ഫുൾ അഡ്വൈസ്. വി മെയ്ഡ് ഗ്രേറ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് ദ ലാസ്റ്റ് 10 years. ഇവിടെ റിമാർക്കബിൾ പ്രോഗ്രസ് എന്ന് പറഞ്ഞ കഴിഞ്ഞ സെൻറ്റൻസിൽ ഇവിടെ എന്താക്കി, ഗ്രേറ്റ് പ്രോഗ്രസ് എന്നാക്കി. A means one, but A and one are not always interchangeable. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഒന്നും തന്നെ അർത്ഥം. പക്ഷേ എയും വണ്ണും നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാൻ പാടില്ല. അതായത് എയുടെ സ്ഥാനത്ത് വണ്ണോ വണ്ണിൻ്റെ സ്ഥാനത്ത് എയോ നമുക്ക് ചില സന്ദർഭങ്ങളിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. വി ക്യാൻ സേ ഹി ഗേവ് മീ എ പെൻ, ബട്ട് ഇറ്റ് വിൽ സൗണ്ട് ഓക്വേർഡ് ഇഫ് വി സേ ഹി ഗേവ് മീ വൺ പെൻ. അതായത് നമുക്ക് പറയാം ഹി ഗേവ് മീ എ പെൻ എന്ന് പറയാം, അത് ശരിയായിട്ടുള്ള യൂസേജാണ്. പക്ഷേ ഹി ഗേവ് മീ വൺ പെൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് തെറ്റാണ്. ഒരു പെന്നാണെന്ന്. ഹി ഗേവ് മീ എ പെൻ എന്ന് പറയുന്നതാണ് എന്താ ശരി. ഹി ഗേവ് മീ വൺ പെൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര സുഖമായിട്ട് തോന്നില്ല. വി യൂസ് വൺ ഓഫൺ ഇൻ ദ സെൻസ് ഓഫ് ഓൺലി വൺ. നമ്മൾ വൺ എന്നുള്ള വേർഡ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഓൺലി വൺ, ഒരെണ്ണം മാത്രമേ ഉള്ളപ്പോഴാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഓൺലി വൺ, ആകെ ഒരെണ്ണം ഉള്ളൂ എന്ന് പറയാനായിട്ടാണ് നമ്മൾ വൺ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. There are 5 big tables and 1 small table in the room. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആ റൂമിൽ വലിയ 5 ടേബിളുകളുണ്ട്, ഒരു ചെറിയ ടേബിളുണ്ട്. അപ്പോൾ ആകെ ഒരെണ്ണം ഉള്ളൂ. അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, 1 സ്മോൾ ടേബിൾ എന്ന് യൂസ് ചെയ്തത്. ഒരു ചെറിയ ടേബിൾ, അതിനെ സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് ഇവിടെ 1 യൂസ് ചെയ്തേക്കുന്നത്. There is a big table in the middle of the room. ഈ എക്സാമ്പിൾ ആണെങ്കിലോ, there is a big table in the middle of the room. ആ റൂമിൻ്റെ നടുക്കൊരു വലിയ ടേബിളുണ്ട്. അതാകെ അവിടെ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മതി. ഇവിടെ കുറേ മറ്റേതിലെന്താ, റൂമിൽ 5 ചെറിയ ടേബിളുണ്ട്, ഒരു വലിയ ടേബിളുണ്ട്, ആകെ ഒരെണ്ണം ഉള്ളൂ എന്ന് പറയാൻ വേണ്ടി നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തു, 1 യൂസ് ചെയ്തു. ഇവിടെ ഒരു ടേബിളുണ്ടെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ there is a big table, അവിടെ മതി. പോസിബിൾ മീനിങ്സ് ഓഫ് അടുത്തതായിട്ട് നമ്മൾ എന്ന് പറഞ്ഞ ആർട്ടിക്കിളിൻ്റെ പോസിബിളായിട്ടുള്ള അർത്ഥങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ അർത്ഥം വരണതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഐ ആം ലുക്കിംഗ് ഫോർ എ മാൻ വിത്ത് എ ഗുഡ് നോളജ് ഓഫ് ഇംഗ്ലീഷ്. ദ ഫസ്റ്റ് എ മീൻസ് എനി വൺ ആൻഡ് ദ സെക്കൻഡ് മീൻസ് എ കൈൻഡ് ഓഫ്. ഇതിൽ ഫസ്റ്റ് നോക്കാം. ഐ ആം ലുക്കിംഗ് ഫോർ എ മാൻ, ഞാനൊരു ആളെ ആരെങ്കിലും അന്വേഷിച്ച് നടക്കുകയാണ്. എങ്ങനെയുള്ള ആളെയാ, വിത്ത് എ ഗുഡ് നോളജ് ഓഫ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്ന ഒരാളെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇതിൽ എ മാൻ, ഐ ആം ലുക്കിംഗ് ഫോർ എ മാനിലെ എയുടെ അർത്ഥം എന്താണ്, എനി വൺ, ആരെയെങ്കിലും എന്നാണ് അല്ലേ, ആരെങ്കിലും അന്വേഷിച്ചെടുക്കുകയാണെന്നല്ലേ. വിത്ത് എ ഗുഡ് നോളജ് ഓഫ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്ന ഒരാളെയാണ്. അപ്പോൾ ഇത് ഈ എയുടെ അർത്ഥം എന്താ, എ കൈൻഡ് ഓഫ്, ഇത് പ്രത്യേക രീതിയിലുള്ളതാണ്. അതായത് ആ ഒരു പ്രത്യേകതയുള്ള ആളെയല്ലയോ, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്ന ഒരു പ്രത്യേക ആളെയാണ് അന്വേഷിച്ചെടുക്കുന്നത്. അപ്പോൾ എ കൈൻഡ് ഓഫ് എന്നാണ് ആ എയുടെ അർത്ഥം. നെക്സ്റ്റ് നോക്കാം. എ ഡോഗ് ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. നായ ഒരു വളർത്തുമൃഗമാണെന്ന് നമ്മൾ പറയുന്നത്. എ ഹിയർ മീൻസ് എനി ഓർ എവരി. ഈ എയുടെ അർത്ഥം എന്താ, ഏത് നായയാവാം അല്ലെങ്കിൽ എല്ലാ നായകളും ആകാം. അപ്പോൾ എനി ഓർ എവരി, അതിന് അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഹി ഡിഡ് നോട്ട് ടെൽ അസ് എ വേർഡ് അബൌട്ട് ഹിസ് മാരേജ്. അവൻ്റെ കല്യാണത്തിനെ പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞില്ലെന്ന്. അപ്പോൾ എ വേർഡ് എന്നുള്ളതിന് ഇവിടെ അർത്ഥം എന്താ, സിംഗിൾ എന്നുള്ളതാണ് അർത്ഥം. ഒറ്റ വാക്ക് പോലും എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ എയുടെ അർത്ഥം സിംഗിൾ എന്നാണ്. എ കപ്പ് ആൻഡ് സോസർ ഫെൽ ഫ്രം ദ ടേബിൾ. കപ്പും സോസറും
ടേബിളിൽ നിന്ന് വീണു എന്ന് പറയാം. അപ്പോൾ കപ്പും സോസർ എന്ന് പറയുന്നത് എന്താ, ഇവിടെ എയുടെ അർത്ഥം എ ഹിയർ മീൻസ് എ സെറ്റ് ഓഫ്, സെറ്റ് അല്ലേ അത്, അപ്പോൾ എ സെറ്റ് ഓഫ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. പെട്രോൾ വിൽ സൂൺ കോസ്റ്റ് ₹80 a liter. ഹിയർ എ മീൻസ് ഫോർ എവറി. അതായത് പെട്രോളിന് ഇപ്പം ഓരോ ലിറ്ററിനും 80 രൂപയാവാൻ പോവാണെന്ന്. അപ്പോൾ ഇവിടെ എ എന്നുള്ള അർത്ഥം, എ ലിറ്ററിൻ്റെ എ എന്ന് പറഞ്ഞാൽ ഫോർ എവറി എന്നുള്ളതാണ്, ഓരോ എന്നുള്ളതിന് അർത്ഥം. ദേ കെയിം വെയറിങ് ഷർട്ട്സ് ഓഫ് എ കളർ. എ മീൻസ് ദ സെയിം. അതായത് അവർ ഒരേ തരത്തിലുള്ള ഒരേ കളറുള്ള ഷർട്ട് ഇട്ടുകൊണ്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഇവിടുത്തെ എയുടെ അർത്ഥം സെയിം എന്നാണ്. അവർ ബോസ് ഈസ് ദ ഹിറ്റ്ലർ ഇൻ ദ ഓഫീസ്. ഞങ്ങളുടെ ബോസ് എന്ന് പറയുന്നത് ഒരു ഹിറ്റ്ലറിനെ പോലെയാണെന്നാണ് ഓഫീസിൽ. അപ്പോൾ എ മീൻസ് എ കൈൻഡ് ഓഫ്. ഇവിടെ എ കൈൻഡ് ഓഫ് ഒരു രീതിയിലുള്ള എന്നാണ്, ആ രീതിയിലുള്ളതെന്നല്ലേ. അപ്പോൾ എ കൈൻഡ് ഓഫ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഡു യു നോ എ മിസ്റ്റർ അലക്സാണ്ടർ ഹിയർ. നിങ്ങൾക്ക് ഇവിടെ അലക്സാണ്ടർ എന്ന പേരിലുള്ള ഒരാളെ അറിയുമെന്ന്. അപ്പോൾ എ ഈസ് യൂസ്ഡ് ഹിയർ ടു റെഫർ ടു എ പേഴ്സൺ വി ഡു നോട്ട് നോ വെരി വെൽ. ഇവിടെ എ യൂസ് ചെയ്തത് നമുക്ക് ശരിക്കും അറിയില്ലാത്ത ഒരാളെ പറയാനായിട്ടാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തത്, എ യൂസ് ചെയ്തത്. അപ്പോൾ ഡു യു നോ മിസ്റ്റർ അലക്സാണ്ടറിന് പകരം ഡു യു നോ എ മിസ്റ്റർ അലക്സാണ്ടർ. അലക്സാണ്ടറിന് പേരുള്ള ഒരാളെ അറിയുമെന്ന്. അപ്പോൾ നമുക്ക് അധികം അറിയില്ലാത്ത ഒരാളെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തേക്കുന്നത്, എ യൂസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് എ റെംബ്രാൻഡ്. എ മീൻസ് പിക്ചർ ബൈ ദ ആർട്ടിസ്റ്റ് സ്പെസിഫൈഡ്. ഇത് എന്താണ്, ഇവിടുത്തെ എ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്, ഈ ആർട്ടിസ്റ്റിൻ്റെ പിക്ചറിന് റെഫർ ചെയ്യാനായിട്ടാണ്. റെംബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡച്ച് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ദിസ് ഈസ് എ റെംബ്രാൻഡ്. ഇത് റെംബ്രാൻഡിൻ്റെ പടങ്ങളാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എ എന്നുള്ളത് ഇവിടെ പിക്ചർ ബൈ ദ ആർട്ടിസ്റ്റ് സ്പെസിഫൈഡ്, അദ്ദേഹത്തിൻ്റെ പിക്ചറിനെ സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് ഇവിടെ എ യൂസ് ചെയ്തേക്കുന്നത്. അടുത്തായിട്ട് ആൻ്റെ യൂസേജിനെ പറ്റിയാണ്. ആൻ ഈസ് യൂസ്ഡ് ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിൻ വിത്ത് എ വവൽ സൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വവൽ സൗണ്ടിൽ തുടങ്ങുന്ന വേർഡ്സിൻ്റെ ഫ്രണ്ടിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ആൻ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഐ മെറ്റ് ഹിം എ ഇയർ അഗോ. ഇവിടെ ഇയർ വയ്യ തുടങ്ങിയേക്കുന്നത്, പക്ഷേ ഇതിൽ ഇയർ എന്ന് പറയുമ്പോൾ യു എന്നുള്ള സൗണ്ടാണ് വരുന്നത്. അപ്പോൾ അത് കോൺസണൻറ്റ് സൗണ്ടാണ് അവിടെ, അതുകൊണ്ടാണ് നമ്മൾ എ യൂസ് ചെയ്തേക്കുന്നത്. ജെങ്കിൻസ് ലോസ്റ്റ് ആൻഡ് ഇയർ ഇൻ എ ക്വാറൽ. ഇവിടെ ഇയർ എന്നുള്ളത് ഈ സൗണ്ടാണ് വരുന്നത്, അവിടെ എന്താണ് വവൽ സൗണ്ടാണ്. അപ്പോൾ അവിടെ ആൻ യൂസ് ചെയ്തു. ഐ ഹാവ് ആൻ FM റേഡിയോ. FM എന്ന് പറയുമ്പോൾ FM എന്നുള്ള സൗണ്ട് ആദ്യം വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു, ആൻ യൂസ് ചെയ്തു. വവൽ സൗണ്ടാണല്ലോ. FM എന്ന് പറയുമ്പോൾ എഫ് എന്നുള്ള സൗണ്ട് അല്ലല്ലോ വരുന്നത്, എ എന്നുള്ള സൗണ്ടാണല്ലോ FM എന്ന് പറയുമ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ ആൻ യൂസ് ചെയ്തു. ആൻ ഈസ് യൂസ്ഡ് ഓൾസോ ബിഫോർ ദ സൈലൻറ്റ് എച്ച് ആസ് ഇൻ ആൻ അവർ. നമ്മൾ നേരത്തെ പറഞ്ഞു എച്ച് ചില വേർഡ്സിലെല്ലാം സൈലൻ്റ് ആയിരിക്കും, അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ആൻ യൂസ് ചെയ്യും. Formerly, an could be used before words like historical, hotel, habitual, etc. മുമ്പ് ഹോട്ടൽ, ഹിസ്റ്റോറിക്കൽ, ഹാബിച്വൽ ഈ വേർഡ്സിൻ്റെ ഫ്രണ്ടിലൊക്കെ ആൻ യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അത് യൂസ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ നമ്മളത് പഠിക്കേണ്ട ആവശ്യമില്ല. A general rule is that a common noun in the singular form should have a or the place before it. അതായത് സിംഗുലർ ഫോമിലുള്ള ഒരു കോമൺ നൗൺ വന്നാൽ അതിൻ്റെ ഫ്രണ്ടിൽ എയോ ദായോ നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. എക്സാമ്പിളായിട്ട് റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇവിടെ റോസ് എന്നുള്ളത് സിംഗുലർ ഫോമിലാണ് യൂസ് ചെയ്തിരുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ എ യൂസ് ചെയ്തു. ദ റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ഇവിടെ നമ്മൾ ദ യൂസ് ചെയ്തു. റോസസ് ആർ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, ഇവിടെ റോസസ് പ്ലൂറൽ, അവിടെ നമ്മളതുകൊണ്ട് ഒന്നും യൂസ് ചെയ്തില്ല, ആർട്ടിക്കിൾസ് ഒന്നും യൂസ് ചെയ്തില്ല. അപ്പോൾ ഇവിടെ എയും ദിയും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ യൂസേജിനെ പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. We use A for the first reference and the for the further reference. അതായത് ഒരു നൗണിനെ പറ്റി നമ്മൾ ആദ്യമായിട്ട് പറയുമ്പോൾ അവിടെ എ യൂസ് ചെയ്യും. അതിനെപ്പറ്റി വീണ്ടും നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ദ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. എ മാൻ വാസ് റൈഡിങ് എ ബൈസൈക്കിൾ അലോങ് എ കൺട്രി റോഡ്. അതായത് എ മാൻ, ഒരാൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബൈസൈക്കിൾ അലോങ് എ കൺട്രി റോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എ മാൻ യൂസ് ചെയ്തു, പിന്നെ അയാളെ പറ്റി തന്നെ നമ്മൾ പിന്നീടും പറയുന്നത്. അപ്പോൾ നമ്മളവിടെ എന്ത് യൂസ് ചെയ്യണം, ദ മാൻ ഹു വാസ് റൈഡിങ് ദ ബൈസൈക്കിൾ അലോങ് ദ കൺട്രി റോഡ് സ്റ്റോപ്ഡ് അറ്റ് എ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അയാൾ ഒരു റെസ്റ്റോറൻറ്റിൽ സ്റ്റോപ്പ് ചെയ്തു എന്ന് നമ്മൾ പറയാം. അപ്പോൾ ആദ്യം എ മാൻ നമ്മൾ അറിയില്ല, ആദ്യമായിട്ട് അയാളെ പറ്റി പറയുമ്പോൾ എ യൂസ് ചെയ്തു. അതിനുശേഷം വീണ്ടും അയാളെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്തു, ദ യൂസ് ചെയ്തു. Compared to A, the has only one form whether it comes before a vowel or a consonant, but the pronunciation of the changes depending on the word it precedes.
അതായത് എ എന്നുള്ളതിന് 2 ഫോം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എ ആൻ എന്നുള്ള 2 ഫോം ഉണ്ട്. പക്ഷേ ദ എന്ന് പറഞ്ഞ ആർട്ടിക്കിളിന് ഒരു ഫോം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്താവും, ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അതായത് ഒരു വവൽ സൗണ്ടിൻ്റെ ഫ്രണ്ടിലും കോൺസണൻറ്റ് സൗണ്ടിൻ്റെ ഫ്രണ്ടിലും ദ വരുമ്പോൾ നമ്മൾ പല രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. ദ ഈസ് പ്രൊനൗൺസ് ദി ബിഫോർ എ വവൽ. അതായത് ഒരു വവൽ സൗണ്ടിൻ്റെ ഫ്രണ്ടിലാണ് THE ദ വന്നേക്കണമെങ്കിൽ നമ്മളത് ദി എന്ന് പ്രൊനൗൺസ് ചെയ്യണം. ആൻഡ് ദ ബിഫോർ എ കോൺസണൻറ്റ് സൗണ്ടിൻ്റെ ഫ്രണ്ടിലാണ് THE ദ വന്നേക്കണമെങ്കിൽ അത് ദ എന്ന് പ്രൊനൗൺസ് ചെയ്യണം. വവൽ സൗണ്ടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ദി എന്ന് പ്രൊനൗൺസ് ചെയ്യണം. അവിടെ പ്രൊനൗൺസിയേഷനിലാണ് വ്യത്യാസം വരുള്ളൂ. വി ഡു നോട്ട് യൂസ് ദ ടു ടോക്ക് അബൌട്ട് തിങ്സ് ഇൻ ജനറൽ. എക്സാമ്പിളായിട്ട് വർക്ക് ഈസ് വർഷിപ്പ്. അതായത് ജനറലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ ദ നമ്മൾ യൂസ് ചെയ്യേണ്ട. അടുത്തതായിട്ട് സിംഗുലർ കൗണ്ടബിൾ നൗൺസ് ആർ യൂഷ്വലി യൂസ്ഡ് വിത്ത് ദ. സിംഗുലർ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ എപ്പോഴും എന്ത് യൂസ് ചെയ്യണം, ദ യൂസ് ചെയ്യണം. യൂസ് എ ഓർ ആൻ ടു സേ വാട്ട് എ മാൻസ് പ്രൊഫഷൻ ഈസ്. ഒരാളുടെ ജോലി നമ്മൾ പറയുമ്പോൾ എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യണം. എക്സാമ്പിളായിട്ട് ഹീ ഈസ് എ പ്രൊഫസർ, അവനൊരു പ്രൊഫസറാണ്. ഷീ ഈസ് എ ടീച്ചർ, അവിടെ നമ്മൾ എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യണം. ഹീ ഈസ് ആൻ എൻജിനീയർ, എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ പറ്റിയുള്ള ക്ലാസ്. അടുത്തതായിട്ട് നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ പറ്റിയുള്ള ക്ലാസ്സായിട്ട് വരാം. താങ്ക് യു.